ഹായ്. Hi. മോൻ ഈ വർഷമാണ് XNY ജോയിൻ ചെയ്തത്, ലാസ്റ്റ് ഇയർ ഉണ്ടോ? ഈ വർഷം ഈ വർഷം. എന്താ മോന്റെ പേര്? എന്റെ പറഞ്ഞല്ലോ. കെൻസസ്. കെൻസ്. ഓക്കെ. മോൻ ഈ വർഷം XNY ജോയിൻ ചെയ്തതിന് ശേഷം മോൻ എന്തൊക്കെ ചേഞ്ച് ആണ് മോന്റെ സ്റ്റഡീസിൽ വന്നത്? എനിക്ക് മാത്സിലാണ് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്നത്. അതായത് ആദ്യത്തെ പ്രോബ്ലംസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു. പിന്നെ ഒരുപാട് ഫോർമുലാസ് ഒക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ചെയ്യാനൊക്കെ മാത്സിൽ തന്നെ. അതൊക്കെ എനിക്ക് വേഗം ഇമ്പ്രൂവ് ആയി. പിന്നെ മാർക്സിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സ്കൂളത്തെ മാർക്സ്. അപ്പം XNY ജോയിൻ ചെയ്തോണ്ട് മോന്റെ സ്കൂളിന്റെ സ്റ്റഡീസും ഇമ്പ്രൂവ് ആയി. ഓക്കെ. പിന്നെ മോനെ എങ്ങനെയാണ് XNY ക്ലാസ്സസ്? ഡെയിലി കാണുമോ? ഡെയിലി കാണും. ഡെയിലി കാണും. എന്നിട്ട് വീഡിയോസ് എല്ലാം മോനെ കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആയോ? ക്ലിയർ ആവും. അത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മിസ്സിനോട് ചോദിച്ചിട്ട് മെന്റേഴ്സിനെ വെച്ച് ക്ലിയർ ചെയ്യും. എന്നിട്ട് മോന് വർക്ക് ബുക്ക് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പൊ XNY കാരണം മോന്റെ സ്കൂളിന്റെ സ്റ്റഡീസിൽ നല്ലൊരു ചേഞ്ച് വന്നു അല്ലേ? XNY പെർഫോമൻസ് മോന്റെ എത്രത്തോളം ഇമ്പ്രൂവ് ആയി ഇപ്പൊ ഒരു 1 ഇയർ ജോയിൻ ചെയ്തതിന് ശേഷം? കുറെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ട്. അതൊരു കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം മാറി. അപ്പൊ മെന്റേഴ്സ് ഹെൽപ്പ് ചെയ്തോ മോനെ? മെന്റേഴ്സും ഹെൽപ്പ് ചെയ്തു. അപ്പൊ ഇപ്പൊ മോന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ജോയിൻ ചെയ്തത് മുതൽ ഇപ്പം വരെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ മോന്റെ പറയും. ജോയിൻ ചെയ്തപ്പോ എനിക്ക് മിസ്സിനോട് ഡൗട്ട് ഒക്കെ ചോദിക്കാൻ ഒരു ചെറിയൊരു ഇതുണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പം മാറി. ഇപ്പൊ സ്കൂളിൽ ഇപ്പൊ എക്സാം എഴുതാൻ പോവാണെങ്കിൽ ആദ്യത്തെ മോനും ഇപ്പോഴത്തെ കെൻസും തമ്മിൽ എന്താണ് ഒരു ഡിഫറൻസ് ഉള്ളത്? XNY ജോയിൻ ചെയ്തതിന് ശേഷം ആദ്യത്തെ കോൺഫിഡൻസ് തന്നെയായിരുന്നു. അത് ആദ്യം ഇല്ലേനും. ഞാന് പിന്നെ അത് ചെയ്യുമ്പോഴൊക്കെ തെറ്റോ ശരിയോ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ അതല്ല. ഇപ്പൊ മോനൊരു എക്സാം എഴുതുമ്പോ കോൺഫിഡന്റ് ആണ്, മോന് ചെയ്യാൻ പറ്റുന്നു. കോൺഫിഡൻസ് ആണ് XNY കൊണ്ട് മോന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെ? അപ്പൊ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആയി. ഇനിയിപ്പോ ഒരു എക്സാം വന്നാൽ അത് എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ. താങ്ക് യു സോ മച്ച്.